അമേരിക്കൻ ചേരിക്ക് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് റഷ്യൻ സൈന്യം ഉക്രൈൻ തലസ്ഥാനത്തെ കടന്നാക്രമിക്കുകയാണ്. റഷ്യയിൽ കടന്നുകയറി നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് പകരമായി വലിയ വിലയാണ് ഉക്രൈന് ഇപ്പോൾ നൽകേണ്ടി വന്നിരിക്കുന്നത്. പ്രതികാരം ചെയ്യുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയതിന് ശേഷം നടന്ന ആക്രമണം തടയാനായിട്ട് അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിയെങ്കിലും ഒന്നും തടയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. റഷ്യയുടെ ആക്രമണത്തിൽ ഉക്രൈൻ മിലിറ്ററി എയർഫീൽഡ് കേന്ദ്രങ്ങളും ഡ്രോൺ സ്റ്റോറേജ് കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞിരിക്കുന്നു. ഇക്കാര്യം റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രസ്താവന പ്രകാരം ഒറ്റയടിക്ക് 143 പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. ഉക്രൈനിയൻ സൈനികരെയും സൈനിക ഉപകരണങ്ങളെയും ലക്ഷ്യമാക്കി യുദ്ധവിമാനങ്ങളും ഡ്രോണുകളുമാണ് റഷ്യൻ സൈന്യം ഉപയോഗിച്ചത്. മിസൈൽ സേനകളും പിരങ്കി സേനയും കൂടി ആക്രമണത്തിൽ പങ്കുചേർന്നതോടെ ഉക്രൈനിലെ സകല പ്രതിരോധ കോട്ടകളും ചാമ്പലാകുകയാണ് ഉണ്ടായത്. റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ 14 ഫിക്സഡ് വിങ് ഡ്രോണുകളും വെടിവെച്ചിട്ടുണ്ട്. പ്രത്യേക സൈനിക നടപടിയുടെ തുടക്കം മുതൽ ഉക്രൈൻ യൂണിറ്റുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും പറയുന്നത്. 650 വിമാനങ്ങൾ, 253 ഹെലികോപ്റ്ററുകൾ, 38,355 ഡ്രോണുകൾ, 19,961 ടാങ്കുകളും കവചിത വാഹനങ്ങളും, 1,504 റോക്കറ്റ് വിക്ഷേപണ സംവിധാനങ്ങൾ, 29,452 സൈനിക ഗതാഗത വാഹനങ്ങൾ, ഇതൊക്കെയാണ് റഷ്യ ഇല്ലാതാക്കിയത്. ഇതിനു പുറമെ സ്റ്റോറോഷെവോയ് ഗ്രാമത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഖാർക്കോവ് പ്രദേശത്ത് മാത്രം 50 ഉദ്യോഗസ്ഥരും 2 വാഹനങ്ങളും 3 D-30 ഹോവിറ്റ്സറുകളും ഉക്രൈന് നഷ്ടമായിട്ടുണ്ട്. റഷ്യയുടെ സപാഡ് യുദ്ധഗ്രൂപ്പിൻ്റെ സൈന്യം വലിയ നാശമാണ് ഉക്രൈനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. യഥാർത്ഥ നഷ്ടത്തിൻ്റെ കണക്ക് ഇനിയും പുറത്ത് വരാനിരിക്കുന്നതേയുള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് ഉക്രൈനിൻ്റെ ആയിരക്കണക്കിന് സൈനികർ കൊല്ലപ്പെടുകയും സൈനിക സംവിധാനങ്ങൾ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്ത റഷ്യ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വധിക്കാൻ പ്രത്യേക ഒരു സംഘത്തെ നിയോഗിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഉക്രൈൻ്റെ പാർലമെൻറ്റ് മന്ദിരവും പ്രസിഡന്റിൻ്റെ കൊട്ടാരവും ഏത് നിമിഷവും ആക്രമിക്കപ്പെടും എന്ന മുന്നറിയിപ്പും ഇതിനകം തന്നെ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം അവർക്ക് കൈമാറിയിട്ടുണ്ട്. കീവിലെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും എംബസികളും വലിയ ആക്രമണ ഭീഷണിയാണ് ഇപ്പോൾ നേരിടുന്നത്. റഷ്യ കലിതുള്ളിയ അല്ലെങ്കിൽ സംഹാര താണ്ഡവം നടത്തിയ ഒരു ദിവസമായിരുന്നു ഡിസംബർ 23. എന്നാൽ അത് ഉക്രൈൻ ചോദിച്ചു വാങ്ങിയ തിരിച്ചടി തന്നെയാണ്. ചെറിയ ഡ്രോണുകൾ വഴി ആക്രമണങ്ങൾ നടത്തി റഷ്യയെ പ്രകോപിപ്പിച്ച് വലിയ നഷ്ടങ്ങൾ ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ജർമ്മനിയും അമേരിക്കൻ ചേരിയിലെ മറ്റുള്ള രാജ്യങ്ങളും ഈ ആക്രമണത്തെ വിലയിരുത്തുന്നത്.